ആഭ്യന്തര കലഹം രൂക്ഷമായ ഇറാനിൽ നിന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർക്കും മകനടക്കമുള്ള കുടുംബാംഗങ്ങൾക്കുമൊപ്പം ആയത്തുള്ള അലി ഖമേനി എത്രയും പെട്ടെന്ന് റഷ്യയിലെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് കടക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചുവെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നു. അധികം വൈകാതെ ഇറാനിലെ ഭരണകൂടം നിലംപതിക്കുകയും ഇറാനിലെ പ്രക്ഷോഭകർ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ സൈന്യത്തെ സായുധപരമായി നേരിട്ട് തുടങ്ങിയിരിക്കുന്നു പ്രക്ഷോഭകാരികൾ. തെരുവുകളിലെങ്ങും തന്നെ വലിയ സംഘർഷവും വലിയ കലാപവുമാണ്. തെരുവുകൾ തീയിട്ട് നശിപ്പിക്കുകയാണ് പ്രക്ഷോഭകർ. ആയത്തുള്ള അലി ഖമേനി അടക്കമുള്ള ഇറാന്റെ നേതാക്കന്മാരെ രാജ്യത്തിന് പുറത്താക്കണമെന്നും അവരെ കൽത്തുറങ്കലിൽ അടയ്ക്കണമെന്നുമുള്ള ആവശ്യവുമായി ജനങ്ങൾ നിരവധി ദിവസങ്ങളിലായി തെരുവിലാണ്. ഖമേനിയെയും പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനെയും രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. അതേസമയം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈന്യത്തിന് നേരെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വമ്പൻ ആക്രമണങ്ങളാണ് പ്രക്ഷോഭകാരികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ പ്രക്ഷോഭത്തെയും കലാപത്തെയും അടിച്ചമർത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രാജ്യം വിടാൻ ആയത്തുള്ള അലി ഖമേനി തീരുമാനിച്ചത് എന്ന ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായികൾക്കൊപ്പം ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ ചില ഉദ്യോഗസ്ഥർക്കൊപ്പം തൻ്റെ മകനും കുടുംബാംഗങ്ങൾക്കുമൊപ്പം 86-കാരനായ ആയത്തുള്ള അലി ഖമേനി റഷ്യയിലേക്ക് രാഷ്ട്രീയ അഭയം തേടി പോകുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. പതിറ്റാണ്ടുകൾ ഇറാൻ എന്ന രാജ്യത്തെ ഭരിച്ച മതവെറിയൻ ഭരണകൂടത്തെ നിലം പതിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭമാണിപ്പോൾ ഇറാനിൽ അരങ്ങേറുന്നത്. ഇസ്ലാമിക ഭീകരതയുടെ ഈറ്റില്ലമായ ഇറാന്റെ ചരിത്രപരമായ തകർച്ച അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ നിയന്ത്രണം നഷ്ടമായിരിക്കുന്നു. രാജകൊട്ടാരത്തിന് സമീപം പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപത്തേക്ക് പ്രക്ഷോഭകാരികൾ കടന്നെത്തി എന്നുള്ള വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത്. തെരുവുകൾ എങ്ങും തന്നെ കലാപവും പോരാട്ടവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രക്ഷോഭകാരികൾക്ക് നേരെ വെടിയുതിർക്കുകയും അവർക്ക് നേരെ വലിയ കലാപങ്ങളും വലിയ അതിക്രമങ്ങളും നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ പ്രക്ഷോഭകാരികളുടെ കയ്യിൽ ആയുധങ്ങൾ എത്തിയിരിക്കുന്നു. റോക്കറ്റ് ലോഞ്ചറുകളും മെഷീൻ ഗണ്ണുകളും ഗ്രനേഡുകളും പ്രക്ഷോഭകാരികളുടെ കയ്യിൽ എത്തിയെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പ്രക്ഷോഭകാരികൾ സായുധരായി സംഘടിച്ചിരിക്കുന്നു. ഇവർ ഇറാൻ സൈന്യത്തിന് നേരെ സായുധപരമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ആയത്തുള്ള അലി ഖമേനി മറ്റു ഗത്യന്തരങ്ങളില്ലാതെ ഇറാനിലേക്ക് പലായനം ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നു. അതേസമയം തന്നെ ആയത്തുള്ള അലി ഖമേനിയും IRCGയുടെ മറ്റു നേതാക്കന്മാരും രാജ്യം വിടാതിരിക്കാൻ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ പ്രക്ഷോഭങ്ങളും അതിക്രമങ്ങളും നടത്തുകയാണ് ഇപ്പോൾ പ്രക്ഷോഭകാരികൾ. ടെഹ്റാന് സമീപമുള്ള വിമാനത്താവളത്തിന് പ്രക്ഷോഭകാരികൾ തീയിട്ടു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഹെലികോപ്റ്റർ പാഡിനും മറ്റ് സംവിധാനങ്ങൾക്കുമൊക്കെ തന്നെ കേടുപാടുകൾ വരുത്താനും പ്രക്ഷോഭകാരികൾക്ക് കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈ മാസം 20 മുതലാണ് ഇറാനിൽ വലിയ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത്. വിലക്കയറ്റവും അതുപോലെ തന്നെ വിലയിടിവും കറൻസിയുടെ വിലയിടിവുമാണ് പ്രധാനമായും ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാൻ കാരണം. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ വ്യാപാരികളും വ്യവസായികളും അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച് പ്രതിഷേധം ആരംഭിച്ചു. എന്നാൽ അതിനെ അടിച്ചമർത്താനാണ് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശ്രമിച്ചത്. ഇതിന് പിന്നാലെ സർവകലാശാല വിദ്യാർത്ഥികളും ഈ സമരത്തിനൊപ്പം ചേർന്നു. ഇതോടുകൂടി സമരത്തിൻ്റെ രൂപവും ഭാവവും മാറി. ആ സമരം കൂടുതൽ തീക്ഷ്ണമായ അവസ്ഥയിലേക്കെത്തി. അപ്പോഴും ഒരു അനുനയ ചർച്ചയിലൂടെയോ ഒരു സമവായ ചർച്ചയിലൂടെയോ ഈ സമരത്തെ അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറായില്ല. വീണ്ടും ഈ സമരത്തിന് നേരെ സായുധപരമായ അടിച്ചമർത്തേണ്ട രീതിയാണ് ഇറാൻ സ്വീകരിച്ചത്. ഇതോടുകൂടി തന്നെ സമാധാനപരമായിരുന്ന പ്രക്ഷോഭം കലാപത്തിലേക്ക് വഴിമാറി.
കലാപകാരികൾക്ക് നേരെ ഇറാൻ സൈന്യം തോക്കുപയോഗിച്ചു, ഗ്രനേഡുകളും ബോംബുകളും ഉപയോഗിച്ചു. പിന്നാലെ കലാപകാരികൾ ഒന്നിച്ചുകൂടി അവരുടെ പക്കൽ ആയുധങ്ങളെത്തി. അവർ അതിശക്തമായ തിരിച്ചടി ഇറാന് നേരെ ആരംഭിക്കാൻ തീരുമാനിച്ചു. തെരുവുകളിൽ ആയത്തുള്ള അലി ഖമീനിയുടെ രക്തം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ മുദ്രാവാക്യങ്ങളാണ് മുഴക്കുന്നത്. മതവെറിയൻ ഭരണകൂടം, ഇറാനിലെ ഖമീനിയുടെ നേതൃത്വത്തിലുള്ള മത സർക്കാർ എത്രയും വേഗം നിലം പതിക്കുക, ആ മത സർക്കാരിന് പകരം ജനാധിപത്യ സർക്കാർ അധികാരത്തിലെത്തുക. ഇത്രയും കാലം എണ്ണ വിറ്റുണ്ടാക്കിയ പണം അത് ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിന് വേണ്ടി ചെലവഴിച്ച ഇറാനിലെ ഭരണകൂടം, ശരീഅത്ത് നിയമപ്രകാരം ഭരണം നടത്തുന്ന ഭരണകൂടം, ആ ഭരണകൂടം ഇനി ഇറാനിൽ വേണ്ട എന്ന് ഇറാനിലെ ജനങ്ങൾ ഒന്നടങ്കം തെരുവുകളിൽ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഖമീനിയെയും പെഷസ്കിയാനെയും രാജ്യത്തിന് പുറത്താക്കുക, ഇരുവരെയും കൽത്തുറങ്കിൽ അടയ്ക്കുക, ഇരുവരെയും വധിക്കുക തുടങ്ങിയ വലിയ മുദ്രാവാക്യങ്ങളാണ് ഇറാനിലെ ജനങ്ങൾ, പ്രക്ഷോഭകാരികൾ രാജ്യത്തുടനീളമുള്ള തെരുവുകളിൽ ഇപ്പോൾ വിളിക്കുന്നത്. ഇപ്പോൾ ഇതാ മറ്റ് ഗത്യന്തരമില്ലാതെ രാജ്യം വിട്ടോടാൻ ശ്രമിക്കുകയാണ് ആയത്തുള്ള അലി ഖമീനി. റഷ്യയിലേക്ക് രാഷ്ട്രീയ അഭയത്തിന് ശ്രമിക്കുകയാണ് ആയത്തുള്ള അലി ഖമീനി എന്ന വിവരമാണിപ്പോൾ ഇറാനിൽ നിന്നും ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. ആയത്തുള്ള അലി ഖമീനി ഒരു കാലത്ത് ഇറാന്റെ പരമോന്നത നേതാവ് മാത്രമല്ല, ഇറാനിലെ ഒരു ഇലയനങ്ങണമെങ്കിൽ അത് ഖമേനിയുടെ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ, ഖമേനിയുടെ അനുവാദത്തോടുകൂടി മാത്രമേ നടക്കുകയുണ്ടായിരുന്നുള്ളൂ. അത്രത്തോളം ഇറാൻ എന്ന രാജ്യത്തെ ചൊൽപ്പടിക്ക് നിർത്തിയ ഒരു നേതാവായിരുന്നു ആയത്തുള്ള അലി ഖമീനി. ശരീഅത്ത് നിയമപ്രകാരം രാജ്യത്ത് ഭരണം നടത്തുക, സ്ത്രീകൾക്ക് ഒരു അവകാശവും കൊടുക്കാത്ത ഒരു ഭരണകൂടം, ശിരോവസ്ത്രത്തിൻ്റെ പേരിൽ ഇറാനിലുടനീളം സ്ത്രീകളെയും കുട്ടികളെയും ചെറുപ്പക്കാരികളുമായ പെൺകുട്ടികളെയും ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം തരാതെ ദയനീയമായി അവരെ വേട്ടയാടിയ ഒരു സർക്കാർ. ഇതായിരുന്നു ആയത്തുള്ള അലി ഖമീനിയുടെ സർക്കാർ. അതുമാത്രവുമല്ല, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളെ ശത്രു രാജ്യങ്ങളായി കണക്കാക്കുകയും ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരവാദികൾക്ക്, അത് ഹമാസ് ആയാലും ഹൂതികളായാലും ഹിസ്ബുള്ളയായാലും ഇവർക്കൊക്കെ ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകി മിഡിൽ ഈസ്റ്റിനെ ഒരു ഇസ്ലാമിക മേഖലയാക്കി, ഇസ്ലാമിക തീവ്രവാദ മേഖലയാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമങ്ങളാണ് ആയത്തുള്ള അലി ഖമീനിയും കൂട്ടരും നടത്തിയത്. ഇപ്പോൾ ഇതാ ആയത്തുള്ള അലി ഖമീനിയുടെയും കൂട്ടരുടെയും ഈ മതവെറി തന്നെ ഒടുവിൽ അവർക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നു. മതവെറിയൻ ഭരണകൂടത്തിനെ അടിവേര് തോണ്ടാൻ വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭങ്ങളാണിപ്പോൾ ഇസ്രായേലിൽ അരങ്ങേറുന്നത്. അതിന് ജനകീയ പിന്തുണ ലഭിച്ചിരിക്കുന്നു. ഇറാനിൽ വലിയ ജനകീയ അട്ടിമറിക്ക് ഉള്ള ശ്രമം നടക്കുകയാണ്. മതവെറിയൻ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യ ഭരണം പുലരണമെന്ന് ഇറാനിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന കാര്യങ്ങൾ. എന്തായാലും ആയത്തുള്ള അലി ഖമീനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. മതവെറിയനായ ആയത്തുള്ള അലി ഖമീനി സ്വന്തം ജനതയെ തന്നെ കൊലയ്ക്ക് കൊടുക്കാനുള്ള എല്ലാ നീക്കത്തിലുമാണ്. അതിനു മുൻപ് തന്നെ ഖമീനിയെ പുറത്താക്കാനും ഖമീനിയെ കരുത്തുറങ്കലടയ്ക്കാനുമുള്ള വലിയ പരിശ്രമങ്ങളാണ് ഇപ്പോൾ ഉടനീളം നടക്കുന്നത്. ആ ജനകീയ പ്രക്ഷോഭങ്ങളെ, കേവലം ഒരു പ്രദേശത്ത് പൊട്ടിപ്പുറപ്പെട്ട ആ ജനകീയ പ്രക്ഷോഭം ഇറാനെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന വലിയ പ്രക്ഷോഭമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി പുറത്തു വരുന്ന വിവരം.